Today we are going to discuss what a monopoly is. ഇന്നലെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഏതെല്ലാമാണ്, എന്താണ് ഒരു പ്യുവർ കോമ്പറ്റീഷൻ, എന്താണ് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പ്രൈസും ഔട്ട്പുട്ടും എങ്ങനെയാണ് പ്യുവർ കോമ്പറ്റീഷനിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഒരു വേറെ എക്സ്ട്രീമാണ്, ദാറ്റ് ഈസ് മൊണോപ്പൊളി. മൊണോപ്പൊളി എന്നൊക്കെയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒന്ന് മോണോ മീൻസ് സിംഗിൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മോണോ ആക്ട്, ഒരാൾ തന്നെ അഭിനയിക്കുന്ന ഇതിനെ നമ്മൾ പറയുന്നത് മോണോ ആക്ട്. അപ്പം മോണോ മീൻസ് സിംഗിൾ. പൊളി രണ്ടർത്ഥമുണ്ട്, ഒന്ന് ടു കൺട്രോൾ അല്ലെങ്കിൽ സെല്ലർ. അപ്പം സിംഗിൾ സെല്ലർ അതിനെയാണ് നമ്മൾ പറയുന്നത് മൊണോപ്പൊളി എന്ന് പറയുന്നത്. എന്താണത് മൊണോപ്പൊളി? ആദ്യമായിട്ട് വാട്ട് ഈസ് ദ മീനിങ്? അതൊരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്, വേറെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പോലെ വേറൊരു എൻറ്റിറ്റി ആണ്. ദർ ഈസ് ഓൺലി വൺ സെല്ലർ ഫോർ എ കമോഡിറ്റി. മൊത്തം ഒരു ഉൽപ്പന്നത്തിന് ഒരാൾ മാത്രം വിൽപ്പന നടത്തുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് ഈ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് വിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അയാൾ ഏജൻസികൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരാൾ മാത്രം ഒരു കമോഡിറ്റിയിൽ ഡീൽ ചെയ്യുന്നതിനെ പറയുന്നത് മൊണോപ്പൊളി. അതൊരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്, വേർ ദർ ഈസ് ഓൺലി വൺ സെല്ലർ ഓഫ് എ കമോഡിറ്റി. ഇനി ഈ കമോഡിറ്റിയുടെ അല്ലെങ്കിൽ ഈ വസ്തുവിന്റെ പ്രത്യേകത എന്താണ്? ദർ ഈസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും, പക്ഷേ ദർ ഈസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഉദാഹരണമായിട്ട് പറയുകയാണ്, ലക്സ് സോപ്പ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, മനസ്സിലായോ, അതിന് പകരമായിട്ട് ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ ലെക്സസ് എന്ന് പറഞ്ഞ സോപ്പ് ഉൽപ്പാദിപ്പിക്കാം. ലക്സ് സോപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ദർ ഈസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ആ പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റ് തന്നെ നമ്മൾക്ക് മേടിക്കണം. ആ ഉദ്ദേശം നമുക്ക് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ആ വസ്തു തന്നെ നമുക്ക് മേടിക്കണം. ആൻഡ് ദെർഫോർ ദർ ഈസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇവിടെ എഴുതിയിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും, പക്ഷെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരിക്കില്ല. ആൻഡ് that monopoly firm produces, then there are barriers to entry. Perfect competition നമ്മൾ പറഞ്ഞു, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം. ഇൻഡസ്ട്രിയിൽ ഒരു ഉൽപാദന യൂണിറ്റിന് എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം, എപ്പോൾ വേണമെങ്കിലും വിട്ടുപോവുകയും ചെയ്യാം. പക്ഷെ ഇവിടെ ബാരിയേഴ്സ് ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാനോ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും വിട്ടുപോകാനും ആർക്കും പറ്റുകയില്ല. Then he has got the full control. He is the person, he is the uncrowned king. കിരീടമില്ലാത്ത ഒരു രാജാവാണ് മൊണോപ്പൊളിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാം. സോ ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ്. ഒരു മൊണോപ്പൊളിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് മേക്കറാണ്, ഒരു കുത്തക. അയാളാണ് പ്രൈസ് മേക്ക് ചെയ്യുന്നത്. അദ്ദേഹം തീരുമാനിക്കുക എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണം, എന്ത് വിലയ്ക്ക് വിൽക്കണം. എല്ലാ ഡിസിഷൻസും തീരുമാനങ്ങളും എടുക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ദെർഫോർ അതുകൊണ്ടാണ് ഒരു സിംഗിൾ മൊണോപ്പൊളി അല്ലെ സിംഗിൾ സെല്ലറിന് അല്ലെ പ്രൊഡ്യൂസറിന് ആ മൊണോപ്പൊളിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹി മേ ബി എ കിങ് വിത്തൗട്ട് എ ക്രൗൺ, അൺക്രൗൺഡ് കിങ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബിലാസ് എന്ന് പറഞ്ഞ ഒരു ഓതറിന്റെ ഡെഫിനിഷൻ നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഒരു കോട്ടിൽ വന്നിരിക്കുന്നത്. പ്യുവർ മൊണോപ്പൊളി ഈസ് റെപ്രസെന്റഡ് ബൈ എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ഈസ് ഓൺലി എ സിംഗിൾ സെല്ലർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരൊറ്റ വിൽപ്പനക്കാരൻ മാത്രമേ ഉള്ളൂ ഒരു ഉൽപ്പന്നത്തിന്. അതിന് no close substitutes. Then single seller is unaffected by and does not affect the prices and output. സിംഗിൾ സെല്ലറിന് പ്രൈസിനെയോ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെയോ മറ്റ് ഉൽപ്പന്നങ്ങളുടെ മറ്റ് വ്യക്തികളുടെയോ ഔട്ട്പുട്ടിൻ്റെയോ
വിലയുടെയോ യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ഈ സിംഗിൾ സെല്ലറിനെ സ്വാധീനിക്കാൻ പോകുന്നില്ല. There will be insignificant impact on the seller, on the monopolist. There may be others who are producing similar products അല്ല, പക്ഷേ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് മേ ബി പ്രൊഡ്യൂസ്ഡ്. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന്റെ കാര്യത്തിന്, കാരണം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അദ്ദേഹത്തിന്റെ ഉൽപ്പന്നം മേടിക്കും. വിലയല്ല അവിടെ നോക്കുന്നത്. ഇഫ് യു വാണ്ട് യു ഗോ ടു ദ മാർക്കറ്റ്. വിപണി ചെല്ലുമ്പോൾ പലതരത്തിലുള്ള TV ഉണ്ടാവും, പലതരത്തിലുള്ള ഫ്രിഡ്ജ് ഉണ്ടാവും, പലതരത്തിലുള്ള ചിലപ്പോൾ നമ്മൾ കേൾക്കാത്ത ടൈപ്പിലുള്ള TV ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടർ ഉണ്ടാവും. പക്ഷെ അതൊന്നും ചിലപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നും തോന്നില്ല. വൈ ടു ടേക്ക് റിസ്ക്? അപ്പൊ അത് കാരണം നമ്മളെപ്പോഴും ബ്രാൻഡഡ് ആയിട്ടല്ല, ഒരു കമോഡിറ്റിയിൽ നമ്മൾക്ക് ട്രസ്റ്റ് ചെയ്യാനാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. സോ ലെറ്റ് us go to what are the characteristics of monopoly. ഇന്നലെ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ പോലെ പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ട് ഈസ് മൊണോപ്പൊളി. മൊണോപ്പൊളി എന്താണെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ഹൗ ടു ഡിറ്റർമിൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് അണ്ടർ മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ മൊണോപ്പൊളിയുടെ ഒരു ഡെഫിനിഷൻ മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം. എന്താണ്? സിംഗിൾ സെല്ലർ, വേറെ ആരുമില്ല. ദർ ഈസ് നോബഡി ടു കോമ്പീറ്റ്. അദ്ദേഹത്തോട് മത്സരിക്കാനായിട്ട് ആരുമില്ല, സിംഗിൾ സെല്ലർ ആണ്. പിന്നെ രണ്ടാമത്തത്, അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നുമില്ല, പകരത്തിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് മേടിക്കണം, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അദ്ദേഹത്തിന് കൺട്രോൾ ഓവർ ദ പ്രൈസ്. കാരണം എന്താണ്? അദ്ദേഹം ഒറ്റയാനായത് കാരണം അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണം. നമുക്കറിയാം, ഒരു മൊണോപ്പൊളിസ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പോലെ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കില്ല. സപ്ലൈ കൂടുതലാണെങ്കിൽ ആ വിപണിയിൽ ആ വസ്തുവിന്റെ വില നമുക്ക് വളരെ കുറവായിരിക്കുള്ളൂ. അപ്പൊ എപ്പോഴും ഒരു മൊണോപ്പൊളിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം 100 പേര് ഡിമാൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അദ്ദേഹം ഒരു 80 തന്നെ ഉൽപ്പാദിപ്പിക്കുള്ളൂ. Therefore, there will be competition among the buyers to buy that particular product of the monopolist. ആ മൊണോപ്പൊളിസ്റ്റിന്റെ ഉൽപ്പന്നം മേടിക്കാനായിട്ട് ബയേഴ്സ് തമ്മിൽ ഒരു സ്റ്റോക്ക് തീർന്നു പോയി, ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ അവരുടെ മൊബൈൽ നമ്പർ മേടിക്കും, എല്ലാ ദിവസവും വിളിച്ചിട്ടിരിക്കും, ഇന്ന സാധനം വന്നോ, ഇന്ന സാധനം വന്നില്ലയോ. മനസ്സിലായോ? അവർ പറയും ഇവിടെ വന്നിട്ടില്ല, ഇറ്റ് ഈസ് ഓൺ ദ ട്രാൻസിറ്റ്. അത് വന്നുകൊണ്ടിരിക്കുന്നതാണ്, ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ വരും. മനസ്സിലായോ? അപ്പോ കൺട്രോൾ ഓവർ ദ പ്രൈസ്. എന്തുകൊണ്ടാണ് ഈ ഹാസ് ഗോട്ട് കൺട്രോൾ ഓവർ ദ പ്രൈസ് എന്ന് പറഞ്ഞത്? കാരണം ഈസ് എലോൺ, സിംഗിൾ ആണ്, ഒറ്റയാനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ മൊത്തം ഉൽപ്പന്നത്തിന്റെ തോത് കൺട്രോൾ ചെയ്യാം, കുറക്കാം. പിന്നെ ആവശ്യക്കാരിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പ്രവേശിക്കാൻ. ഇറ്റ് ഈസ് നോട്ട് ഐദർ ബൈ ലോ, നിയമാനുസൃതമായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ കൂടി മറ്റാളുകൾക്ക് ഈ മേഖലയിൽ പ്രവേശിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഗവൺമെന്റും ഇതിനകത്ത് മറ്റ് വ്യക്തികൾ ഈ മൊണോപ്പൊളി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൽ പ്രവേശിക്കാൻ സാധാരണ അവര് ലൈസൻസ് കൊടുക്കാറില്ല. ഒരു കാര്യം ഞാൻ മറന്നു പോകുന്നതിന് മുമ്പ് പറയാൻ, ഈ ഹാസ് ഗോട്ട് കൺട്രോൾ ഓവർ ദ പ്രൈസ്. മനസ്സിലായോ? വളരെ കൂടുതലായിട്ട് വില അദ്ദേഹം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ there is always a danger that is lurking. അതിനകത്ത് ഒരു അപായമുണ്ട്, അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ ഉണ്ട്. എന്താണ്? ഗവൺമെന്റ് വിൽ ആക്ച്വലി കം വിത്ത് certain restrictions. വിലയിൽ അവര് സീലിംഗ് വെക്കും, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ലൈസൻസ് കൊടുക്കും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മൊണോപ്പൊളി പവർ അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്യും. നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞു, ഓരോ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിനെയും ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നത്, സോ ദാറ്റ് യു ക്യാൻ ഓൾസോ റിമെമ്പർ യെസ്റ്റർഡേസ് ക്ലാസ്. എന്താ എഴുതി തമ്മിൽ നമുക്ക് വ്യത്യാസം എന്താണെന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകളുണ്ട്. ഇതെല്ലാം കൂടിയ യൂണിറ്റുകളാണ് നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന പല കമ്പനികളുണ്ട്. അത് ഓരോന്നും ഓരോ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് ആണ്. എല്ലാത്തിൻ്റെയും കൂടി പറയുന്നത് സിമെന്റ്
ഇൻഡസ്ട്രി എന്ന് പറയും. അപ്പൊ ഇവിടെ ഒറ്റയാനായത് കാരണം, ഒരാൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത് കാരണം ഇവിടെ there is no difference between firm and industry. അടുത്തത്, എന്തുകൊണ്ടാണ് മൊണോപ്പൊളി ഉണ്ടാകുന്നത്? സേ ഫോർ എക്സാമ്പിൾ, നാച്ചുറൽ ആയിട്ട് പ്രകൃതിദത്തമായിട്ട് തന്നെ ചിലപ്പോൾ മൊണോപ്പൊളി ഉണ്ടാകാം. എങ്ങനെയാണ്? സം minerals are available only in certain regions. Say for example nickel, that is available only in Canada. So the Gulf countries, they have got almost a monopoly in the production of oil. മനസ്സിലായോ? പിന്നെ സൗത്ത് ആഫ്രിക്ക ഈ ഡയമണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് ഡയമണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. സോ ദേ ക്യാൻ സേ ദാറ്റ് ദേ ആർ മൊണോപ്പൊളിസ്റ്റ്. ഇത് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? അവരുടെ എന്തെങ്കിലും മെറിറ്റ് കൊണ്ടല്ല, അവരുടെ നേട്ടം കൊണ്ടല്ല, ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി എൻഡോഡ് ബൈ ദ നേച്ചർ. പ്രകൃതിയുടെ വരദാനമായിട്ട് അത് കൊടുത്തിരിക്കുന്നതാണ്. രണ്ടാമതായിട്ട് ടെക്നിക്കൽ. ദെൻ monopoly power may be enjoyed due to technical reasons. കാരണം മൊണോപ്പൊളി ആവുമ്പോൾ ചിലപ്പോൾ അവർക്ക് റോ മെറ്റീരിയൽസ്, ടെക്നിക്കൽ നോഹൗ, സാങ്കേതിക വിദ്യ, സ്പെഷ്യൽ നോഹൗ, സയന്റിഫിക് സീക്രട്സ് ആൻഡ് ഫോർമുല, they enable a monopolist to produce a commodity. Say for example Coca-Cola, they are producing it at the least cost. Why? They have got to control over the raw materials. They have got to control. They have got a better technical know-how. Then they have got scientific secrets and formula, and all these things give an added advantage to the production of a commodity. An example is Coca-Cola. Then legal ആയിട്ട് ചിലപ്പോൾ ഗവൺമെന്റ് ചിലപ്പോൾ നിയമപരമായിട്ട് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് മൊണോപ്പൊളി പവർ കൊടുക്കും. Say for example patent rights. ഒരു ബുക്ക് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു ബുക്ക് ഒരാൾ എഴുതണേ, മനസ്സിലായോ? അതിന്റെ കോപ്പിറൈറ്റ് എക്സ്ക്ലൂസീവ് ആയിട്ട് അദ്ദേഹത്തിന് മാത്രമുള്ളതാണ്. നമ്മൾക്ക് വേറെ അതേപോലത്തെ ഉള്ള പ്രിന്റ് എടുക്കണോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ അടർത്തിയെടുക്കണോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോപ്പിറൈറ്റ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് അയാളുടെ സമ്മതത്തോടു കൂടി മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് എതിരായിട്ട് അദ്ദേഹത്തിന് കേസ് കൊടുക്കാം. അപ്പൊ പേറ്റന്റ് റൈറ്റ്സ് ആയിട്ട് നമുക്ക് വേണം. പേറ്റന്റ് റൈറ്റ്സ് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു അവകാശമാണ്. കോപ്പി റൈറ്റ്സ്, ട്രേഡ് മാർക്ക്, ഇതെല്ലാം ബൈ ദ പ്രൊഡ്യൂസേഴ്സ്. ഇതാണ് പറഞ്ഞത് ലീഗൽ മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഇപ്പൊ ട്രേഡ് മാർക്കായിട്ടോ കോപ്പി റൈറ്റ്സ് ആയിട്ടോ പേറ്റന്റ് റൈറ്റ്സ് ആയിട്ടോ ഗവൺമെന്റ് ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു അവകാശമാണ് ലീഗൽ ആയിട്ടുള്ള മൊണോപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നാലാമതായിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. നമുക്കറിയാം മൈക്രോ, സ്മോൾ, മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. നമ്മൾ വ്യവസായ സ്ഥാപനങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് 4 ഇതായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ബേസ്? പ്രധാനമായിട്ടുള്ള ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂലധനമാണ്. മൈക്രോ യൂണിറ്റ്സുകളുണ്ട്, അതിനെക്കാട്ടി കുറച്ചും കൂടെ വലുതായിരിക്കും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഇൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, മൂലധനത്തിന് നിക്ഷേപത്തിന്റെ തോതനുസരിച്ച് അതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതായിരിക്കും മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതിനെക്കാട്ടിയും ഏറ്റവും വലുതാണ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കാരണം എല്ലാവർക്കും എളുപ്പത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? പല ആളുകൾക്കും they cannot afford to invest such a large amount of capital. ഹ്യൂജ് ക്യാപിറ്റൽ, ധാരാളം മൂലധനം ആവശ്യമുള്ളത് കൊണ്ട് എല്ലാവർക്കും ഈ മേഖലയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അംബാനിക്കും അതുപോലെ തന്നെ മറ്റു പല അംബാനിക്കും ബിർളക്കും ടാറ്റയ്ക്കും ഇവർക്കെല്ലാം ഈ ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്കേഴ്സിറ്റി ഇല്ല, അവർക്കൊരു ദൗർലഭ്യമില്ല. They are ready to make huge investments. Okay. അടുത്തത് സ്റ്റേറ്റ്. ദ ഗവൺമെന്റ് ചിലപ്പോൾ ചില ആളുകൾക്ക് സോൾ റൈറ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിങ് സർട്ടൻ കമോഡിറ്റീസ് കൊടുക്കും. ഉദാഹരണമായിട്ട് പറയുന്നത് ഇലക്ട്രിസിറ്റി, റെയിൽവേസ്, വാട്ടർ സപ്ലൈ, ഇതെല്ലാം എക്സ്ക്ലൂസീവ് ആയിട്ട് ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ഗവൺമെന്റ് അവകാശം കൊടുക്കും. ഇലക്ട്രിസിറ്റി ചിലപ്പോൾ പ്രൊഡക്ഷനോ ഒരിപ്പോൾ ഡീസെൻട്രലൈസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം
റെയിൽവേസ് ചില പ്രവർത്തനങ്ങൾ പ്രൈവറ്റൈസേഷൻ ചെയ്തിട്ടുണ്ട്. വാട്ടർ സപ്ലൈ ചില മേഖലയിൽ പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഓൾസോ മേ ബി ഫോർ ഡിസ്ട്രിബ്യൂഷൻ, നോട്ട് ഫോർ പ്രൊഡക്ഷൻ, മേ ബി ഫോർ ഡിസ്ട്രിബ്യൂഷൻ. മനസ്സിലായോ? ഡിസ്ട്രിബ്യൂഷൻ ചിലപ്പോൾ സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയല്ല. അപ്പോൾ ആർക്കാണ് ഗവൺമെന്റ് അതിൻ്റെ ആ അവകാശം കൊടുത്തിരിക്കുന്നത്? അവർക്ക് മാത്രമേ ആ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള അവകാശമുള്ളൂ. ദെൻ ഡിമാൻഡ് ആൻഡ് റവന്യൂ കർവ്സ്, ടൈറ്റിൽ ഒരു ലെറ്റർ കയറിയിരിക്കുന്നതാണ്. ഡിമാൻഡ് ആൻഡ് റവന്യൂ കർവ്സ് അണ്ടർ മൊണോപ്പൊളി. അപ്പൊ നമ്മൾ റവന്യൂ കർവ്സ് നമ്മൾ പറയാൻ പോണേ. എന്താണ് ഒരു മൊണോപ്പൊളിയെ സംബന്ധിച്ചിടത്തോളം? മൊണോപ്പൊളി, വൺ ഫേം കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഹോൾ ഇൻഡസ്ട്രി പറഞ്ഞു കഴിഞ്ഞു. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫേം ആൻഡ് എൻ ഇൻഡസ്ട്രി. യാതൊരു വ്യത്യാസമില്ല. ഫേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊണോപ്പൊളിയിൽ ഇൻഡസ്ട്രി തന്നെയാണ്. ദെർഫോർ ദ എൻറ്റയർ ഡിമാൻഡ്, നമ്മൾക്ക് ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക, സേ ഫോർ എക്സാമ്പിൾ യമഹ, that is a trade brand. That is, the monopoly power is actually being enjoyed by some individuals. The entire demand for this particular machine, it is actually being supplied by a single monopolist. Therefore, നമ്മൾ പറയുന്നത് ഡിമാൻഡ് കർവ് എന്താണ്? ഇന്നല്ല പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞു ഡിമാൻഡ് കർവ് ഈസ് ഹൊറിസോണ്ടൽ ടു ദി എക്സ് ആക്സിസ്. എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രത്യേക വിലയ്ക്ക്, മനസ്സിലായോ, ഒരാൾക്ക് വേണമെങ്കിൽ എന്തുമാത്രം വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം. അദ്ദേഹം ഒരു പ്രൈസ് മേക്കർ അല്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ പ്രൈസ് ടേക്കർ. He can only take a decision with regard to the quantity of the products. എന്തുമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്ന് മാത്രമേ അദ്ദേഹത്തിന് തീരുമാനമെടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അപ്പോൾ MR കർവും ആവറേജ് റവന്യൂ കർവ് അല്ലെങ്കിൽ പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കർവ് ആൻഡ് മാർജിനൽ റവന്യൂ കർവ്, ഇറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം തിങ്. എന്തുകൊണ്ടാണ്? ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈനാണ്, പാരലൽ ടു ദി എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ കാര്യം എന്താണ്? മറക്കരുത്. ഇനി ഇതിനകത്ത് വേറെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് പാരലൽ ടു ദി എക്സ് ആക്സിസ് എന്ന് പറയുന്ന കാര്യം എന്താണ്? കാരണം ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ perfect competition units or the firms under the perfect competition are uniform, and there is uniformity of price. There is no difference in price, but there is a uniformity in price, and therefore average revenue curve, marginal revenue curve, one and the same thing, and it is a horizontal line parallel to the x-axis. ഇനി പക്ഷേ ഡിമാൻഡ് കർവ് അങ്ങനെയല്ല. മനസ്സിലായോ? Since a monopolist, if he wants to sell more, he has to bring down the price. ഒരു മൊണോപ്പൊളിസ്റ്റിന് അദ്ദേഹത്തിന് കൂടുതൽ സാധനങ്ങൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ലോ ഓഫ് ഡിമാൻഡിന്റെ നിയമം അദ്ദേഹത്തിനും ബാധകമാണ്. ലോ ഓഫ് ഡിമാൻഡ് എന്താ പറയുന്നത്? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഇത് ഒരു മൊണോപ്പൊളിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമാണ്. അപ്പൊ ഒരു മൊണോപ്പൊളിസ്റ്റ്, ഞാൻ പറഞ്ഞ പോലെ, എപ്പോഴും അദ്ദേഹം അത്ര വലിയ പ്രൈസ് കയറ്റി വെക്കാനായിട്ട് അദ്ദേഹം ചിലപ്പോൾ തീരുമാനിക്കില്ല. വൈ? പ്രൈസ് കയറ്റി വെക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അദ്ദേഹത്തിന് ഇറ്റ് ഈസ് എ പിന്നെ ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ചില റെസ്ട്രിക്ഷൻസ് ആയിട്ട് വരും. അപ്പോൾ ഡിമാൻഡ് കർവ് അണ്ടർ മൊണോപ്പൊളി ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്. മറക്കരുത്. ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒളിഗോപ്പൊളി വരും, അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ വരും. ഇതെല്ലാം ഡിമാൻഡ് കർവ് ഇറ്റ് വിൽ ബി എ downward sloping curve, just like a demand curve stopping downwards from left to right. ഇത് എന്താണ് ഇത് സിഗ്നിഫൈ ചെയ്യുന്നത്? ഒരു മൊണോപ്പൊളിസ്റ്റിന് കൂടുതൽ സാധനം വിൽക്കണം എന്നുണ്ടെങ്കിൽ, മനസ്സിലായോ, ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരാ. ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ എന്താണെന്ന് വെച്ചാൽ വിറ്റഴിക്കണം. അപ്പൊ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരാ, ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ കൂടുതലായിട്ട് എക്സ്ക്യൂസ് മീ കൂടുതലായിട്ട് വിറ്റഴിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് പരമാവധി ലാഭം കിട്ടുള്ളൂ. അപ്പോ ഡിമാൻഡ് കർവ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഇനി കൂടുതൽ സാധനം വിൽക്കുമ്പോൾ അതനുസരിച്ച് അദ്ദേഹത്തിന് കൂടുതൽ റവന്യൂ കിട്ടും. അപ്പൊ എന്താ? വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ മാർജിനൽ റവന്യൂ കർവ്? മാർജിനൽ റവന്യൂ കർവ്
also the demand curve facing the monopolist will be അദ്ദേഹത്തിന്റെ average revenue ആണ്. അപ്പോൾ marginal revenue curve എന്താണ്? It is lying below the revenue curve. The marginal revenue curve will be the marginal revenue curve lying below the average revenue curve is that the marginal revenue will be less than the price or average revenue. രണ്ടാമത്തെ കോസ്റ്റ് കർവ്സ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. മനസ്സിലായോ? ആവറേജ് റവന്യൂ കുറയുമ്പോൾ മാർജിനൽ റവന്യൂവും കുറഞ്ഞു വരും. കാരണം ഇവിടെ മൊണോപ്ലിസ്റ്റിന് വേണമെങ്കിൽ ഒരു സാധനം വിവിധ മേഖലയിൽ പല വിലക്ക് വിൽക്കാം. തമിഴ്നാട്ടിൽ നമ്മളുടെ ചേന്ദമംഗലം കൈത്തറിയിടമുണ്ട്. കേരളത്തിൽ ഉള്ള വിലയായിരിക്കില്ല തമിഴ്നാട്ടിലുള്ളത്, തമിഴ്നാട്ടിലെ വിലയായിരിക്കില്ല ഡൽഹിയിലുള്ളത്. ഇപ്പൊ ഓണത്തിന്റെ സമയത്ത് ഈവൻ ഇൻ ഡെവലപ്ഡ് കൺട്രി, ഈവൻ ഇൻ ഔട്ട്സൈഡ് ഇന്ത്യ, പീപ്പിൾ, മലയാളീസ്, ദ ഡയസ്പോറ, the Malayalis who are there, who are spread in different parts of the country, they are actually now celebrating Onam. ഓണത്തിന്റെ അന്നായിരിക്കില്ല, ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു പൊതു അവധിയുടെ ദിവസം അവർ ഓണം അവർ സെലിബ്രേറ്റ് ചെയ്യും. അന്ന് മലയാളി മങ്കകളും മങ്കികളൊക്കെ ഉണ്ടായിരിക്കും. മലയാളി മങ്ക ഉണ്ടാവും, അല്ലെങ്കിൽ മലയാളി മങ്ക ഉണ്ടാവും, അതുപോലെ മലയാളി മാമനോ എന്തോ, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഇറ്റ്. അപ്പൊ ഇവിടെ കോളേജിലൊക്കെ പറയും മലയാളി മങ്കയുടെ ദിവസമാണ്. ദേ വെയർ ഓൾ ദീസ് ടൈപ്സ് ഓഫ് സെറ്റ് സാരി എല്ലാം ഉടുത്തിട്ട് വരും. അപ്പോ മൊണോപ്ലിസ്റ്റിന് വേണമെങ്കിൽ പല സ്ഥലങ്ങളിലും ഒരേ വസ്തു തന്നെ വിവിധ വിലയ്ക്ക് വിൽക്കാം. അതുകൊണ്ടാണ് ആവറേജ് റവന്യൂ കർവ് താഴേക്ക് വരുന്നതും അതിന്റെ താഴെയായിരിക്കും മാർജിനൽ റവന്യൂ കർവ് അതിന്റെ താഴെ ആയിരിക്കുകയും ചെയ്യും. The marginal revenue curve lying below the average revenue curve is that the marginal revenue will be less than the price or average revenue. Average revenue means ശരാശരി revenue and price that is average ശരാശരി revenue ആണ് ഒരു വസ്തുവിന്റെ വില എന്ന് പറയുന്നത്. നോക്കിയേ, the demand curve, it is sloping downwards from left to right. Okay, when price is OH, the demand is only OG. When price comes down to OP, the demand is increased from OG to GM, OM. Again, when the price is brought down to OL, the demand increases from OM to ON. Therefore, demand curve of a monopolist, don't forget, ഇത് ഇനി അടുത്ത ചാപ്റ്ററിൽ അതിന്റെ പിന്നത്തെ ചാപ്റ്ററിലൊക്കെ നമുക്കിത് കാണേണ്ടതാണ്. ഡിമാൻഡ് കർവ് ഓഫ് എ മൊണോപ്ലിസ്റ്റ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നേരെ മറിച്ച് ദ ഡിമാൻഡ് കർവ് ഓഫ് എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ. AR curve is equal to MR curve and it is horizontal to the x-axis. Now comes to the marginal revenue curve. കണ്ടോ, മാർജിനൽ റവന്യൂ കർവ് മൊണോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിൽ ആവറേജ് റവന്യൂവിന്റെ താഴെയായിരിക്കും. അത് എപ്പോഴും നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതേപോലെ തന്നെ മാർജിനൽ രണ്ടും വ്യത്യാസപ്പെടുത്തി കാണുന്നതിന് വേണ്ടിയിട്ട് ആവറേജ് റവന്യൂ കർവ് ഒറ്റ വരയായിട്ട് വരയ്ക്കുകയും മറ്റത് ഡോട്ടഡ് ലൈനിൽ വരയ്ക്കുകയും കൂടി വേണം. താഴെ എഴുതിയിടണം, വൺ ഈസ് ആവറേജ് റവന്യൂ ആൻഡ് ദി അതർ വൺ ഈസ് മാർജിനൽ റവന്യൂ. Okay, when OK is the price, OM is the demand. Okay, when OK is the price, OM is the quantity that is being demanded. Therefore, the marginal revenue curve lies below the average revenue curve. മറക്കരുത്, ആവറേജ് റവന്യൂ കർവിനെ കാട്ടിയും താഴെയാണ് മൊണോപ്പൊളിയിൽ മാർജിനൽ റവന്യൂ കർവ് എന്ന് പറയുന്നത്. ഇനി നോക്കിയ, when monopolist sells more, the price of his product falls. Marginal revenue curve will be therefore will be less than the price. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊണോപ്പൊളിസ്റ്റ് കൂടുതൽ വിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉൽപ്പന്നത്തിന്റെ വില കുറയും. കൂടുതൽ വിൽക്കണമെങ്കിൽ കുറച്ച് വില വെക്കണം. കൂടുതൽ വില വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മേടിക്കൂല, അതിന് പകരമായിട്ട് സാധനങ്ങൾ ഉണ്ടാകാൻ നോക്കും. അപ്പൊ അവര് ചിലപ്പോൾ ചോദിക്കും ഇത് കുഴപ്പമില്ല, ഇലക്ട്രിക്കൽ ഗുഡ്സ് ഇല്ല, ഇതിനെക്കുറിച്ച് ഇതുവരെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല, നിങ്ങൾ മേടിച്ചോ. പിന്നെ ഞാനിവിടെ ഉള്ളതല്ലേ, എപ്പോ കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിലും തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന, കാരണം അത് ലോക്കൽ മെയ്ഡ് ആയിരിക്കും.
ചിലപ്പോൾ അതിൻ്റെ ലോഞ്ചിബിലിറ്റി, അതിൻ്റെ കാലാവധി ചിലപ്പോൾ നല്ല ഈട് ചെയ്യാതിരിക്കാം. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഗോറ്റ് ഡൽഹി ചെന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇതുപോലെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. ഈ ഗോറ്റ് കോയമ്പത്തൂർ എല്ലാ പമ്പ് സെറ്റുകളും ഏറ്റവും കൂടുതലായിട്ട് ഇറ്റ് ഇസ് ദ ഹബ്ബ്. മിക്ക പമ്പ് സെറ്റുകളും ആകാശിൽ നിന്നോ മറ്റേതെങ്കിലുമൊക്കെ പമ്പ് സെറ്റുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് കോയമ്പത്തൂരാണ്. മനസ്സിലായോ? അപ്പോ when monopolist sells more, കൂടുതൽ വിൽക്കണം, the price of his product falls. കൂടുതൽ വിൽക്കണമെങ്കിൽ കുറവ് വിലയായിരിക്കണം. therefore marginal revenue therefore must be less than the price. നോക്കിക്കോളുക. what is it? price P AR, that is 11, quantity 0, then total revenue P into Q is total revenue, then marginal revenue, change in total revenue, delta. Delta means change in total revenue divided by change in or delta Q. 11 രൂപ വിലയുള്ളപ്പോൾ ക്വാണ്ടിറ്റി ആരും മേടിക്കുന്നില്ല. അപ്പൊ പിന്നെ ക്വാണ്ടിറ്റി ആരും മേടിക്കാത്ത കാരണം ടോട്ടൽ റവന്യൂ 0 മാർജിനൽ റവന്യൂ 0. 10 രൂപ വിലയുള്ളപ്പോൾ ഒരെണ്ണം മേടിക്കുന്നു. ഓക്കെ, ടോട്ടൽ റവന്യൂ 10 രൂപ കിട്ടി. ഓക്കെ, വാട്ട് ഈസ് മാർജിനൽ റവന്യൂ? ആദ്യമായിട്ട് മേടിക്കുന്നത് കാരണം പ്രീവിയസ് ആയിട്ട് നമുക്ക് 0 ആയത് കാരണം മാർജിനൽ റവന്യൂ 10 തന്നെയാണ്. ഓക്കെ, ഇനി 9 രൂപ രണ്ടെണ്ണം മേടിക്കുന്നു. അപ്പൊ എത്രയായി? ടോട്ടൽ റവന്യൂ 18 രൂപയായി. വാട്ട് ഈസ് ദ മാർജിനൽ റവന്യൂ? ചേഞ്ച് ഇൻ marginal revenue is the change in revenue due to the change in the sale of an additional unit. അപ്പൊ 18 മൈനസ് 10 8. ഇനി 8 രൂപ വിലയുള്ളപ്പോൾ 3 എണ്ണം മേടിക്കുന്നു. 24 എണ്ണം. വാട്ട് ഈസ് ദ മാർജിനൽ റവന്യൂ? ഉണ്ടാ, മാർജിനൽ റവന്യൂ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ലെറ്റസ് 5 എണ്ണം മേടിക്കുന്നു. 6 രൂപ. 5 രൂപ വിലയുള്ളപ്പോൾ 6 എണ്ണം മേടിക്കുന്നു. 6 5 30. ഓക്കെ, നമുക്ക് പ്രീവിയസിലും നമുക്ക് 6 രൂപയുള്ളപ്പോൾ 5 എണ്ണം മേടിക്കുന്നു, അപ്പോഴും 30 രൂപ. 5 എണ്ണം ഉള്ളപ്പോൾ 5 രൂപ ഉള്ളപ്പോൾ 6 എണ്ണം മേടിക്കുന്നു, അപ്പോഴും 30 രൂപ. Therefore the marginal revenue is 0. There is no addition to the total revenue here, and therefore then 4 രൂപക്ക് സാധനം കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ 7 എണ്ണം മേടിക്കുന്നു. 7 4 28. മാർജിനൽ റവന്യൂ ബിക്കംസ് നെഗറ്റീവ്. ശ്രദ്ധിച്ചോളുക. മാർജിനൽ റവന്യൂ കർവ് ക്യാൻ ഗോ ടു ദ നെഗറ്റീവ്. കണ്ട, മാർജിനൽ റവന്യൂ ക്യാൻ ഗോ ടു നെഗറ്റീവ്. ആവറേജ് റവന്യൂ വിൽ നോട്ട് ഗോ നെഗറ്റീവ്, ബട്ട് മാർജിനൽ റവന്യൂ ക്യാൻ ഗോ even to the negative point, that is -2. നോക്കിക്കോളുക. ടോട്ടൽ റവന്യൂ വർദ്ധിച്ചു വരികയാണ്. As more and more quantities are sold, total revenue is increasing. അതിനുശേഷം ഒരു പരിധി എത്തിയതിനു ശേഷം it becomes 0. Then it is negative. Total revenue becomes 28 and marginal revenue is -2. അത് നമുക്ക് അറിയേണ്ടത് total revenue is increasing up to 0.5 rupees. Marginal revenue is decreasing right from the first purchase. The marginal revenue is increasing up to the decreasing up to the 6th rupees. And when it is 5 rupees, marginal revenue is 0. When it is 4 rupees, marginal revenue is -2. അതുകൊണ്ടാണ് marginal revenue curve is below the average revenue curve. Okay, it can go even to the negative. Average revenue is remaining in the positive one. Therefore, ഇത് മറക്കരുത്, മൊണോപ്പൊളിയുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെയും കർവിന്റെ ഷേപ്പ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇക്വിലിബ്രിയം ഓഫ് ദ മൊണോപ്പൊളി ഫോം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. ഇനി എങ്ങനെയാണ് പ്രൈസും ഔട്ട്പുട്ടും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് പ്രൈസും ഔട്ട്പുട്ടും നിശ്ചയിക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് അതിൻ്റെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വരും, നോർമൽ പ്രോഫിറ്റ് വരും, ലോസ് വരും. അങ്ങനെ 3 ഡയഗ്രാം നമ്മൾ അനലൈസ് ചെയ്യും. എന്താണ്? 2 ഡിഫറെന്റ് കണ്ടീഷൻസ് നീഡ് ടു ബി സാറ്റിസ്ഫൈഡ്. ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ വേണം. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്.
marginal cost must be equal to marginal revenue, or marginal revenue must be equal to marginal cost, and MC must cut the marginal revenue, marginal cost. MC must cut the marginal revenue from below at its minimum. ഇത് രണ്ട് കണ്ടീഷനാണ് ഇക്വിലിബ്രിയം. മറക്കരുത്. എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും മൊണോപ്പൊളി എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും അത് മൊണോപ്പൊളിസ്റ്റിനും. ഇനി അടുത്തത് ചാപ്റ്റർ എടുക്കുമ്പോൾ കണ്ടീഷൻസ് റിമെയിൻ ദ സെയിം. വാട്ട് ഈസ് ദാറ്റ്? മനസ്സിലായി? കണ്ടീഷൻ മാർജിനൽ റവന്യൂ മസ്റ്റ് ബി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്, ദെൻ മാർജിനൽ കോസ്റ്റ് മസ്റ്റ് കട്ട് ദ മാർജിനൽ റവന്യൂ ഫ്രം ബിലോ അറ്റ് ഇറ്റ്സ് മിനിമം പോയിന്റിൽ കൂടി പോണം മാർജിനൽ റവന്യൂ. ഹവർ there are two approaches. ഇനി ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ഔട്ട്പുട്ടും മോണോപ്പൊളിയിൽ ഡിറ്റർമിൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് രണ്ട് മെത്തഡ് ഉണ്ട്. ഒന്ന് ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച്, രണ്ടാമത് മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ച്. ഇപ്പൊ രണ്ട് അപ്രോച്ചസ് ഉണ്ട്. ഇക്വിലിബ്രിയം ഡിറ്റർമിൻ, നമ്മൾക്ക് ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. എവിടെയാണ്? മൊണോപ്പൊളിയിൽ, കുത്തകയിൽ ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ രണ്ട് രീതിയുണ്ട്. ഒന്ന് ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച്, രണ്ടാമത് മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ച്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ റവന്യൂ അപ്രോച്ച്. Monopolistic can earn maximum profits with the difference between TR and TC. Okay, what is TR? Total revenue. What is TC? ടോട്ടൽ കോസ്റ്റ്. അപ്പൊ റവന്യൂ കൂടുതലും വരുമാനം കൂടുതലും, വരുമാനം എന്തുമാത്രം കൂടുന്നു, പിന്നെ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ വരുമാനം എന്തുമാത്രം കൂടുന്നു, ടോട്ടൽ ചെലവ് എന്തുമാത്രം കുറയുന്നു, അതനുസരിച്ച് ഒരു മൊണോപ്പൊളിസ്റ്റിന്റെ ലാഭത്തിന്റെ തോതും ഗണ്യമായിട്ട് വർദ്ധിക്കും. നോക്കിക്കൊള്ളുക. ആദ്യമായിട്ട് നമുക്ക് പറയാൻ, ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 0. കാരണം പ്രൊഡക്ഷൻ ഇല്ല എങ്കിൽ, മനസ്സിലായോ? പ്രൊഡക്ഷൻ ഇല്ല, സോറി, ടോട്ടൽ റവന്യൂ ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 0. അതിന്റെ കാരണം എന്താണ്? വിൽപ്പന നടക്കുന്നില്ല എങ്കിൽ റവന്യൂ ഇല്ല. അപ്പൊ ടോട്ടൽ റവന്യൂ സ്റ്റാർട്ട് ഫ്രം 0. കൂടുതൽ വിൽപ്പന നടക്കുന്തോറും പരമാവധിയിൽ എത്തുന്നു. അതിനുശേഷം ഇറ്റ് ആക്ച്വലി സ്റ്റാർട്ട്സ് ഫോളിങ്. ടോട്ടൽ റവന്യൂ ഫോൾസ്. Diminishing marginal returns. TP curve നമ്മൾ ഡിമിനിഷിംഗ് മാർജിൻ പിന്നെ റിട്ടേൺസ് സ്കെയിൽ കണ്ടപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് ദ മാക്സിമം മാർജിനൽ റവന്യൂ വിൽ ബി 0. നേരത്തെ നമ്മൾ കണ്ടത് എന്താ? വെൻ ഇറ്റ് റീച്ചസ് ദ ടോട്ടൽ റവന്യൂ, വെൻ ഇറ്റ് റീച്ചസ് ദ മാക്സിമം മാർജിനൽ റവന്യൂ വിൽ ബി 0. Then ഇനി ടോട്ടൽ കോസ്റ്റ്, ഓക്കെ, സോറി, ടോട്ടൽ റവന്യൂ സ്റ്റാർട്ട്സ് ഫ്രം 0. കാരണം എന്താണ്? വിൽപ്പന ഇല്ലെങ്കിൽ വരുമാനമില്ല. Therefore it starts from 0 and it is TR is total revenue curve. ഇനി ടോട്ടൽ കോസ്റ്റ് ഓൾസോ ഈ സ്റ്റാർട്ടിങ് ഫ്രം 0. പക്ഷെ ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം എ ഹയർ പോയിന്റ്. അതിന്റെ കാരണം എന്താണ്? ഉൽപാദനം ഉണ്ടായാലും ഇല്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റിന്റെ ചെലവ് ഒരു മൊണോപ്പൊളിസ്റ്റ് വഹിക്കണം. അതുകൊണ്ടാണ് ടോട്ടല് പിന്നെ കോസ്റ്റ് യഥാർത്ഥത്തിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0. കാരണം എന്താണ്? ടോട്ടൽ കോസ്റ്റ് കൂടുന്നത് എപ്പോഴാണ്? വെൻ വി സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് ബൈ പർച്ചേസിങ് റോ മെറ്റീരിയൽസ്, ബൈ പർച്ചേസിങ് ലേബറർ. മനസ്സിലായോ? ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചെലവ് വരും. ചെലവ് വരുമ്പോഴാണ് റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടും, അതിനെ പറഞ്ഞത് വേരിയബിൾ ഫാക്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുമ്പോൾ, നമ്മൾക്ക് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മൾ വേരിയബിൾ ഫാക്ടേഴ്സ് നമ്മൾ എംപ്ലോയ് ചെയ്യണം. അപ്പൊ നമുക്ക് വരുമാനം, അപ്പൊ നമ്മൾക്ക് ചെലവ് വരും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ആക്ച്വലി പിയിലാണ് തുടങ്ങുന്നത്, ഓയിലല്ല, ഒറിജിനൽ അല്ല. പക്ഷെ 0യിൽ തുടങ്ങണമെങ്കിലും ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം എ ഹയർ പോയിന്റ്. കാരണം എന്താ? പ്രൊഡക്ഷൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഫിക്സഡ് ക്യാപിറ്റല് അത്യാവശ്യമാണ്. മാനേജ്മെന്റ് ശമ്പളം കൊടുക്കണം. ഫിക്സഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിച്ച് വെച്ചിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം. Therefore the total cost starts from P.
ബട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം സീറോ. ഒറിജിനൽ ആയിട്ടുള്ള സീറോ ഇന്നാണ്. കാരണം പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വേരിയബിൾ ഫാക്ടേഴ്സ്, ഫിക്സ്ഡ് ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്, വേരിയബിൾ ഫാക്ടേഴ്സ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് RC ആണ് നമ്മളുടെ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ് മനസ്സിലായോ? ഇനീഷ്യൽ സ്റ്റേജിൽ കോസ്റ്റ് കൂടി വരികയാണ്. RC വരെയും ടോട്ടൽ കോസ്റ്റ് കൂടി വരികയാണ്. അതിനുശേഷം മനസ്സിലായോ, സാധാരണ ടോട്ടൽ പ്രൊഡക്റ്റ് സാവധാനം വന്ന് ഏകദേശം പരമാവധി A അല്ലെങ്കിൽ Eയിൽ ടോട്ടൽ പ്രൊഡക്റ്റ് പരമാവധി ഇപ്പോൾ മാക്സിമം പ്രൊഡക്ഷൻ വരുമ്പോൾ അതനുസരിച്ച് ഈ ഡോട്ടഡ് ലൈനാണ് ഒരു യഥാർത്ഥത്തിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B ആണ് ഒരു മൊണോപ്പൊളിസ്റ്റിന്റെ ലാഭം എന്ന് പറയുന്നത്. M ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? M എന്താണ്? വാട്ട് ഈസ് ദ പോയിന്റ് M സിഗ്നിഫൈ? എന്താണ് പോയിന്റ് M സിഗ്നിഫൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ബ്രേക്ക് ഇവൻ പോയിന്റ്. ലാഭവുമില്ല നഷ്ടവുമില്ല. Total revenue is equal to total cost and therefore it is a break-even point. ലാഭവുമില്ല നഷ്ടവുമില്ല. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ആദ്യം പതുക്കെ പിന്നെ ആദ്യം ഇച്ചിരി കൂടും. അതിനുശേഷം ഉൽപാദനം വർദ്ധിക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കുറഞ്ഞു വരും. പിന്നെ ഒരു പരിധി എത്തിയതിനു ശേഷം ടോട്ടൽ കോസ്റ്റ് കൂടും. ടോട്ടൽ റവന്യൂ അതുപോലെ തന്നെ മനസ്സിലായോ? ടോട്ടൽ റവന്യൂ ഇറ്റ് will start from P. Then സെയിൽസ് വർദ്ധിക്കുന്നതനുസരിച്ച് ടോട്ടൽ കോസ്റ്റ് അതനുസരിച്ച് വർദ്ധിക്കും. അതുപോലെ തന്നെ ടോട്ടൽ റവന്യൂ അതനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യും. Therefore, M is known as the എന്ത് പോയിന്റാണ് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് ദ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ് അതിന് പറയുന്നത്. Then here also no profit at the point N also. Here also there is no profit. നമ്മൾ രണ്ട് ഈക്വിലിബ്രിയം കണ്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. 60-ലും 300-ലും. 60-ൽ മിനിമം ലാഭമാണ്, 300-ൽ പരമാവധി ലാഭമാണ്. ആൻഡ് therefore ഒരു പ്രൊഡ്യൂസർ മൊണോപ്പൊളിസ്റ്റ് ടോട്ടൽ കർവും ടോട്ടൽ റവന്യൂ അനുസരിച്ചുള്ള കോസ്റ്റ് കർവ് വെച്ച് വരുമ്പോൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B ആണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള ലാഭം എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും പ്രൊഡക്ഷൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ ഇനിയും കൂടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലാഭത്തിന്റെ തോത് കൂടി വരികയും ചെയ്യും. എന്താണ് ലാഭം എന്ന് പറഞ്ഞത്? ചെലവ് എത്രയാണെന്ന് കണക്കാക്കുക, ടോട്ടൽ ചെലവ് എത്രയാണെന്ന് കണക്കാക്കുക, ടോട്ടൽ വരുമാനം എത്രയാണെന്ന് കണക്കാക്കുക. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറയുന്നത് എന്തെന്ന് പറയുന്നത് ഒരു മൊണോപ്പൊളിസ്റ്റിന്റെ ലാഭം എന്ന് പറയുന്നത് ഗ്യാപ്പ്. ഇനി ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് ഈസ് മാക്സിമം അറ്റ് ദ പോയിന്റ് E. അതിനുശേഷം മനസ്സിലായോ? അൺലെസ് constant returns have already set in, unless and until you change the scale of the product. Sorry, until and unless you change the scale of the project. So കൂടുതൽ റോ മെറ്റീരിയൽസും ഫിക്സഡ് ക്യാപിറ്റലും റോ മെറ്റീരിയൽസും ഇതെല്ലാം എടുത്ത് നമ്മൾ എംപ്ലോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് Qയിൽ നിന്ന് Dയിലേക്ക് ഔട്ട്പുട്ട് വർദ്ധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രൊഡക്റ്റിന്റെ തോത് ഗണ്യമായിട്ട് കുറഞ്ഞു വരും. ദാറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ ലോസ് ഓഫ് റിട്ടേൺസ്, ദ ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയും. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോഫിറ്റ് monopolist can earn maximum profits when difference between TR and TC is maximum. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും എന്തുമാത്രം വ്യത്യാസമുണ്ട് അതിന്റെ ഡിഫറൻസ് ആണ് നമ്മളുടെ ഒരു മൊണോപ്പൊളിസ്റ്റിന്റെ യഥാർത്ഥത്തിൽ ലാഭം എന്ന് പറയുന്നത്. ഇനി marginal revenue and marginal cost. A monopolist will be in equilibrium when two conditions are fulfilled. That is, MC is equal to MR. Then MC must cut MR from below at its minimum. വീണ്ടും അവർ പറയുന്നതാണ് മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ MC should be equal to MR. മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. അത് മാത്രമല്ല ഏത് പോയിന്റിൽ കൂടിയാണ് MC MR പിന്നെ പാസ് ചെയ്യുന്നത്, that should be from below at its minimum. അപ്പോൾ AC curve is a U-shaped curve. അപ്പൊ അതിന്റെ ഏറ്റവും മിനിമം പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അതിന്റെ താഴെ ഒരു റാ പോലെയാണ്, തിരിഞ്ഞ ഒരു റാ പോലെയാണ് AC കർവ് ഇരിക്കുന്നത്. അതിന്റെ ഏറ്റവും മിനിമം പോയിന്റിൽ കൂടി MC കർവ് കട്ട് ചെയ്യണം. ആൻഡ് ദാറ്റ് ഓൾസോ ഷുഡ് ബി നോട്ട് ഫ്രം എബവ് ബട്ട് ഫ്രം ബിലോ.
അപ്പൊ ഒന്ന് നമ്മൾക്ക് മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് കർവ്. ഇക്വിലിബ്രിയം നമുക്ക് ഷോർട്ട് റണ്ണിലുണ്ട്, ലോങ് റണ്ണിലുണ്ട്. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം എന്താണെന്ന് ഓണ്ടർ മോണോപ്പൊളി കണ്ടുപിടിക്കാം. സോറി, ഷോർട്ട് റണ്ണിന്റെ പ്രത്യേകത എന്താണ്? അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും മൊണോപ്പൊളി ആണെങ്കിലും അവർക്ക് ഉൽപ്പന്നത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് പ്ലാന്റും മെഷീനറിയും ഇതുപോലത്തെ സാധനങ്ങൾ പെട്ടെന്ന് കൂട്ടാൻ പറ്റൂല. നിലവിലുള്ള പ്ലാന്റും മെഷീനറിയും എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അത് അതിന്റെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യിപ്പിച്ച് വേണമെങ്കിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാം. അല്ലാതെ പെട്ടെന്ന്, മനസ്സിലായോ, നമുക്ക് ഒരു പെട്ടെന്ന് ഒരു ഓൾ ഓഫ് എ സഡൻ കുറച്ചും കൂടെ ഒരു ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവിന് എവിടെന്നോ കുറച്ച് ആവശ്യക്കാർ വന്നു, അപ്പൊ തന്നെ പോയി പുതിയൊരു മെഷീൻ മേടിക്കൂല, അപ്പൊ തന്നെ പോയി പുതിയ സ്ഥലം മേടിച്ച് കെട്ടിടം വെക്കൂല. വെയിറ്റ് ആൻഡ് സീ. ആ ഡിമാൻഡ് പെർസിസ്റ്റ് ചെയ്യുമെന്ന് നോക്കണം. ഇപ്പൊ നിലവിലുള്ള ആ കണ്ടീഷനൊക്കെ വെച്ചുകൊണ്ട് അവർ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ നോക്കും. പിന്നെയും ഇതുപോലെ തന്നെ പല പല സ്ഥലത്തു നിന്ന് ആളുകൾ ആവശ്യക്കാർ വരുമ്പോൾ അവരെന്ത് ചെയ്യും? പതുക്കെ അടുത്ത ലാൻഡും കൂടി അവർ അക്വയർ ചെയ്യും. അപ്പൊ ഫിക്സഡ് കോസ്റ്റിൽ വ്യത്യാസം വരുത്തും, വേരിയബിൾ കോസ്റ്റും അതനുസരിച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ലോങ് ടേമില്, ഷോർട്ട് ടേമില് മാത്രമേ ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസമുള്ളത്. നേരെ മറിച്ച് ലോങ് ടേമിൽ എല്ലാ കോസ്റ്റും വേരിയബിൾ. ഈവൻ ഫിക്സഡ് കോസ്റ്റ് പോലും, ലാൻഡ് വേണമെങ്കിൽ കൂടുതൽ മേടിക്കാം, മെഷീൻ വേണമെങ്കിൽ പുതിയത് മേടിക്കാം, ടെക്നിക്കൽ നോ ഹൗ, സാങ്കേതിക വിദ്യ നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്നോ അല്ലെങ്കിൽ നിലവിലിനെക്കാട്ടും ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇതിനൊക്കെ ചെലവുണ്ട്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് ചെലവുണ്ട്. അപ്പോൾ ഷോർട്ട് പീരിയഡ് റിഫേഴ്സ് ടു ദാറ്റ് പീരിയഡ് ഇൻ വിച്ച് ദ മോണോപ്പൊളിസ്റ്റ് ഹാസ് ടു വർക്ക് വിത്ത് ദ ഗിവൺ എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് നമുക്ക് മെഷീന്റെ തോതോ അല്ലെങ്കിൽ അതിന്റെ സൈസോ അതിന്റെ വ്യാപ്തിയോ നിന്ന് നമുക്ക് പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. ദ മോണോപ്പൊളിസ്റ്റ് ക്യാൻ എൻജോയ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് ആൻഡ് സസ്റ്റെയിൻ ലോസസ്. ഇപ്പൊ ഷോർട്ട് പീരീഡ് 3 സാധ്യതകളാണുള്ളത്. ഒന്നില്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അത് മൊണോപ്പൊളിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എപ്പോഴും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകാൻ ആകാനേ അയാൾ നോക്കുള്ളൂ. കാരണം ഒറ്റയാനാണ്. എന്ത് ചെയ്യുക? അയാൾ പ്രൊഡക്ഷൻ കുറച്ച് കളയും, ഡിമാൻഡ് കൂട്ടും, സാധനം സ്റ്റോക്ക് ഇല്ല. കൂടുതലാള് ഒരു സാധനം അതിന് പോയി മേടിക്കും. അത് അകലമായിട്ട് പിന്നെ മേടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കൊണ്ടുവന്നിട്ട് ഈ ഉൽപ്പന്നം കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അധികം ആളുകളൊന്ന് മേടിക്കും. കാരണം അത് ഉപയോഗിക്കുന്ന വസ്തു അവർക്ക് യൂസ്ഡ് ആണ്. മറ്റേ നമ്മളുടെ കയ്യിലുണ്ടായ മെഷീനെക്കാട്ടി നല്ല മെഷീനാണ്, നല്ല പുള്ളിങ് പവർ ഉണ്ട്, നല്ല മെഷീനാണ്, അധികം ശ്രമമില്ല, നല്ല മോഡേൺ ടെക്നിക്കൽ നോളജ് വെച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 3 ടൈമിലുള്ള ലാഭത്തിന്റെ പിന്നെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകാം. പോസിബിലിറ്റി 3 പോസിബിലിറ്റീസ് ഒരു ഷോർട്ട് റണ്ണിൽ ഒരു മൊണോപ്പൊളിസ്റ്റിനുള്ളത്. ഏതൊക്കെയാണ്? ഷോർട്ട് റൺ, പിന്നെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റെയിൻ ലോസസ്. ഓക്കെ, ഇതാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. If the price determined by the monopolist is more than SE, he will get a super profit. The monopolist will produce up to the level where MC is equal to EMR. This limit will indicate equilibrium. അപ്പൊ ആദ്യത്തത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ആ ഒരു കളേർഡ് പോർഷൻ ആണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയാം. 2 കണ്ടീഷൻ. MC should be equal to MR. This is short run marginal cost curve. This is long run. This is short run marginal cost curve. This is the marginal revenue curve. അപ്പോൾ MC and MR should be equal. ഒരു കണ്ടീഷൻ. MC must cut the average cost curve, short average cost curve. MC curve is cutting the short run average cost curve from below
at its minimum. SACയുടെ ഏറ്റവും മിനിമം പോയിന്റ് ഈ കാണിച്ചിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും ഫുൾഫില്ലായി. അപ്പൊ ഒരു ഇക്വിലിബ്രിയത്തിലെത്താൻ ഒന്ന് അറ്റ് ദ പോയിന്റ് ഇ നോക്കുക. അറ്റ് ദ പോയിന്റ് ഇ MCMR അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഫിൽഡ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? MC must cut the short run average cost curve from below at its minimum. Therefore, E is the equilibrium point at which the monopolist will produce OQ1 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കും. OQ1 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് കോസ്റ്റ് എത്രയാണ്? SAC എത്രയാണ്? D എന്ന് പറഞ്ഞ Q1 D ആണ് ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അവർക്ക് ചെലവാകുന്നത്. ആവറേജ് റവന്യൂ കൂടുതലാണ്, പ്രൈസ് കൂടുതലാണ്, കോസ്റ്റിനെക്കാട്ടും പ്രൈസ് കൂടുതലാണ്. നേരെ മറിച്ച് DC അല്ലെങ്കിൽ CD ആണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അറ്റ് ദ പോയിന്റ് C ആണ് യഥാർത്ഥത്തിൽ അതിന്റെ വില. ചെലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ D വരെ ഉണ്ട്. Q1 D ആണ് ചെലവ്. നേരെ മറിച്ച് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ലാഭം എത്ര, പ്രൈസ് എത്രയാണ്? Q1 C. ചെലവ് എത്രയാണ്? Q1 D. നേരെ മറിച്ച് വരുമാനം എത്രയാണ്? Q1 C. Therefore, ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭമാണ് CD എന്ന് പറയുന്നത്. കാരണം ആവറേജ് റവന്യൂ കൂടുതലാണ്, ആവറേജ് കോസ്റ്റ് കുറവാണ്. ഈ ഡിസ്റ്റൻസ് ആണ്, CD ആണ് ഒരു ഉൽപ്പന്നം അയാൾക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം. അപ്പൊ എന്താണ് ഈ ഷെയ്ഡഡ് പോയിന്റ്? അയാൾ ഒരു യൂണിറ്റ് അല്ല വിൽക്കുന്നത്. ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ 10 രൂപ കിട്ടണമെങ്കിൽ 10 യൂണിറ്റ് വിൽക്കുമ്പോൾ 10 × 10 100 രൂപ കിട്ടും. അതേപോലെ തന്നെ ഈസ് പ്രൊഡ്യൂസിങ് നോട്ട് വൺ പ്രോഡക്റ്റ്. അദ്ദേഹം OQ ക്വാണ്ടിറ്റി ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. OQ ഈസ് ഈക്വൽ ടു BD ആൻഡ് therefore ഈസ് ഗെറ്റിംഗ് ദ എന്താണ്, ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് CD എന്ന് പറഞ്ഞ അത്രയും ലാഭം കിട്ടും. അപ്പോൾ OQ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ BD ഉൽപ്പാദിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭമാണ് CD into BD. Therefore, the ലാഭം, the shaded area ABCD, ആ ഷെയ്ഡഡ് ഏരിയ ആണ് ഒരു മൊണോപ്പൊളിസ്റ്റിന്റെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. രണ്ട് കണ്ടീഷൻ വീണ്ടും മറക്കരുത്. MC must is equal to MR. പോയിന്റ് E അവിടെ എത്തിക്കഴിഞ്ഞു, ഔട്ട്പുട്ടായി. നമുക്ക് പ്രൈസിൽ കീപ്പ് ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? MC must cut the average cost curve from below at its minimum. നോക്കിയേ, ഇവിടെ ആവറേജ് ഷോർട്ട് കട്ട്, ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഒന്ന് തന്നെയാണ്. Therefore, they are getting, അല്ലെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് എടുക്കാൻ പറ്റൂല. നോക്കിയേ, രണ്ടാമത്തേതിനകത്ത് ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റ് കർവും യഥാർത്ഥത്തിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് 6. Therefore, MC ഈക്വൽ ടു MC ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്? MC ഈസ് ഈക്വൽ ടു MR അറ്റ് ദ പോയിന്റ് E. ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് OM ഔട്ട്പുട്ട് ആയിട്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി വില എത്രയാണ്? വില MR ആണ്. Therefore, ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റും രണ്ടും തുല്യമായത് കാരണം ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റും 6 രണ്ടും തുല്യമായത് കാരണം they are getting നോർമൽ പ്രോഫിറ്റ്. ആവറേജ് റവന്യൂക്കകത്ത് നോർമൽ ആയിട്ട് പ്രോഫിറ്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. മറിച്ച് ഇവിടെ നോക്കിക്കോ, ആവറേജ് റവന്യൂ എത്രയാണ്? M ആണ് ആവറേജ് റവന്യൂ. ദാറ്റ് മീൻസ് പ്രൈസ്. ഒരാൾ അദ്ദേഹത്തിന് ചെലവാകുന്നത് M ആണ്. SC ആവറേജ് കോസ്റ്റ് കർവ് യഥാർത്ഥത്തിൽ പിന്നെ വാട്ട് ഈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ? ഒരാൾ തന്നെ മൊണോപ്പൊളിസ്റ്റ് ഒരു വസ്തുവിന് തന്നെ വിവിധ വിലക്ക് വിവിധ സ്ഥലങ്ങളിൽ വിൽക്കുന്നതിനെ പറഞ്ഞത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഒരു വസ്തു തന്നെ പല സ്ഥലങ്ങളിൽ വിവിധ വിലയ്ക്ക്, ഞാൻ പറഞ്ഞു ചേന്നമംഗലം കൈത്തറി, മനസ്സിലായോ? ചേന്നമംഗലം കൈത്തറി ഒരു വസ്തു തന്നെ വിവിധ വിലയ്ക്ക് പല സ്ഥലത്തും വിൽക്കുന്നതിനെ പറഞ്ഞത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. നേരെ മറിച്ച് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അത് സാധിക്കില്ല. പ്രോഫിറ്റ്സ് നമുക്കറിയാം നോർമൽ പ്രോഫിറ്റ്സ് ആണ്. കാരണം സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഉണ്ടായിക്കെങ്കിൽ ധാരാളം ആളുകൾ ഇതിനകത്ത് പ്രവേശിക്കും, സപ്ലൈ കൂടും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കുറയുകയും ചെയ്യും.
profits. Then supply curve of the firm, it is a upward sloping curve. Then, okay, slope of the demand curve, perfect competition, AR is equal to MR, which is parallel to the x-axis. Monopoly, downward sloping, MR is below the average revenue curve. Then goals of the firm under perfect competition, the aim at the maximization of profits ആണ്. The firm is കാരണം ഓരോ ഫേമും മോണോപ്പൊളി ആണെങ്കിലും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും ചാരിറ്റി, വെൽഫെയർ, ക്ഷേമം, ഇതൊക്കെ പിന്നീടാണ് വരുന്നത്. പരമാവധി അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം ലാഭം തന്നെയാണ്. കമ്പാരിസൺ ഓഫ് പ്രൈസ് നോക്കിക്കേ, മൊണോപ്പൊളിയെ സംബന്ധിച്ച് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നോക്കുക കണ്ടാ, AC is equal to AR is equal to MR, MC is equal to AC. ഇതെല്ലാം മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ON ഔട്ട്പുട്ട്, ON1 ഔട്ട്പുട്ട് ഉത്പാദിപ്പിക്കുന്നു ആൻഡ് പ്രൈസ് OP1 ആണ്. നേരെ മറിച്ച് നോക്കിയേ, MC is equal to MR, മൊണോപ്പൊളിയിൽ പ്രൈസ് കൂടുതലാണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് കുറവാണ്. ദ മീറ്റിംഗ് പോയിന്റ് MC MR ആണ്, ഇക്വിലിബ്രിയം പോയിന്റ്, അവിടെ OP വിലയുള്ളപ്പോൾ ON വിൽക്കുന്നു. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ AR is equal to MR, AC is equal to MC, therefore പ്രൈസ് ഇതിനകത്ത് കുറവാണ്. കമ്പാരിസൺ ഓഫ് ഔട്ട്പുട്ട്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. സമ്മറി പോട്ടെ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ മൊണോപ്പൊളി, ടൈപ്സ് ഓഫ് 3 തരത്തിലുള്ള പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഒന്ന് പേഴ്സണൽ, ഡോക്ടർമാര്, മനസ്സിലായോ, എഞ്ചിനീയർമാര്, ഡോക്ടർമാര്, ഇവരൊക്കെ ഓരോരുത്തരത്തിനും പാവങ്ങളുടെ അടുത്തിന് ഒരു പൈസയും ചിലപ്പോൾ മേടിക്കില്ല, പണക്കാരുടെ അടുത്തിന് മേടിച്ചു കൊടുക്കും. ജോഗ്രഫിക്കലായിട്ട് മൊണോപ്പൊളി ചാർജസ് ഡിഫറെന്റ് പ്രൈസസ് ബട്ട് ഡിഫറെന്റ് പ്ലേസസ്. ചനമംഗലം കൈത്തറയുടെ കാര്യം, ഓൺ ദ ബേസിസ് ഓഫ് യൂസ്. ഇലക്ട്രിസിറ്റി കമേഴ്ഷ്യൽ, വീട്ടു ആവശ്യത്തിനും പിന്നെ കടയിലെ കമേഴ്ഷ്യൽ ആവശ്യത്തിനും രണ്ടും വ്യത്യാസമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുന്ന കറണ്ടിനെ കൂടുതൽ ചാർജ് ഇട്ടായിരിക്കും, അതിനെ പറഞ്ഞത് പീക്ക് ലോഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇനി ഡിഗ്രീസ് ഓഫ് പ്രൈസ് കോമ്പറ്റീഷൻ 3 തരത്തിലുണ്ട്. നമുക്കറിയാം, സാധാരണ നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ വരുന്ന ഒരു മീൻകാരൻ, അയാള് ആദ്യം തന്നെ നല്ല ഉൽപ്പന്നങ്ങൾ, നല്ല സാധനമായിരിക്കും, അതുകൊണ്ട് നല്ല ഫ്ലാറ്റിൽ കൊണ്ടുപോയി അധികം വില കൊണ്ട് വെക്കും. എത്ര പ്രൈസ് വേണമെങ്കിലും അവർ കൊടുക്കാൻ തയ്യാറാണ്, പ്രൊവൈഡഡ് ദ മെറ്റീരിയൽ ഈസ് ഗുഡ്. ദെർഫോർ ഈ സെൽസ്, അതിനകത്ത് തന്നെ കിട്ടുന്ന സാധനം, ഏറ്റവും നല്ല സാധനം എടുത്ത് ഒരു കൊട്ടക്കകത്ത് വെക്കും. ഓറഞ്ച് വിൽപ്പനക്കാരൻ കൊട്ടക്കകത്ത് വലുതും ചെറുതൊക്കെ ഉണ്ടാവും, ഏറ്റവും നല്ല വില എടുത്ത് ഒരു സ്ഥലത്ത് വെക്കും, ഒരു കൊട്ടക്കകത്ത് വെക്കും. മീഡിയം സൈസ് വേറൊരു കൊട്ടക്കകത്തും, ചെറിയ സൈസ് വില വ്യത്യാസം. ഏറ്റവും മേടിച്ച വിലക്ക് ഉറഞ്ഞു കൊടുക്കും. അപ്പൊ അയാൾക്ക് നഷ്ടമില്ല. അതിനെക്കാട്ടും കൂടുതൽ ഈ പൈസ മേടിക്കും. അപ്പൊ അയാളുടെ ഏറ്റവും ഓറഞ്ച് അദ്ദേഹം കൂടുതൽ ചാർജ്. അങ്ങനെ 3 types of price discrimination എന്ന് പറയുന്നത്. Monopoly charging prices different occasions, price discrimination. ഞാനിത് മീൻകാരന്റെയും ഓറഞ്ച് എല്ലാവരുടെയും സോ ഇത് കൂടുതൽ വിലക്ക് വിൽക്കുന്ന, ഇത് കുറച്ച് വിലക്ക് വിൽക്കുന്ന ഇവിടെ കുറച്ചുകൂടെ കൂടുതൽ, ഇത്രയും വില കുറവില്ല, പക്ഷെ കുറച്ചും കൂടുതൽ